കുപ്പത്തൊട്ടിയിൽ മാണിക്യം വിളങ്ങുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതോടൊപ്പം മലഞ്ചെരുവുകളിൽ വളരുന്ന മരങ്ങൾക്ക് നല്ല കരുത്തും കാതലും ഉണ്ടാവും എന്നും കേട്ടിട്ടുണ്ട്. ഈ രണ്ടിടങ്ങളിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, മലീമസമാണ്. മലഞ്ചെരുവുകളിൽ നല്ല വെയിലുണ്ട്, കാറ്റുണ്ട്. അതിനെ അതിജീവിച്ച് വേണം ഒരു വൃക്ഷം വളരാൻ. അതുകൊണ്ട് തന്നെ അതിന് ആ കരുത്തുണ്ടാവും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വേട്ട നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തുമുണ്ടെങ്കിലും സംശയലേശമന്യേ പറയാം, അത് അങ്ങ് അസമിലാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം സംഗതികൾ കൊണ്ട് വേട്ടയാടാമോ ആ അർത്ഥത്തിൽ വേട്ടയാടുന്നതിൽ വിദഗ്ധനാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത ആളാണ്. ജയിലിലിടുമെന്ന് വീമ്പിളക്കിയതാണ്. പക്ഷേ ഫലം എണ്ണി പുറത്തു വന്നപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ടി വന്നു. അതേ അസമിൽ നിന്ന് മദ്രസയിൽ പഠിച്ചൊരാൾ, മദ്രസയിൽ പഠിപ്പിക്കുന്നൊരാൾ, വേട്ടയാടലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നയാൾ, പേര് മൗലാന മുഹമ്മദ് ബാസിദ്, കഴിഞ്ഞ ദിവസം സർക്കാർ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന കുറച്ച് പള്ളികളിൽ ഒരു പള്ളിയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഇടപെടലിലൂടെ 7 ജീവനുകൾ രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ വാർത്ത വലിയ ദേശീയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല. പിന്നീട് ഓൺലൈനിലാണ് അതൊക്കെ കയറി വന്നത്. കാശ്മീർ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് മീഡിയയാണ് അത് ആദ്യം പുറത്തുവിട്ടത്. മൗലാന മുഹമ്മദ് ബാസിദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പള്ളിയിലെ ഒരു ഖാദിമാണ്, അഥവാ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്. തൊട്ടടുത്ത വില്ലേജിലെ ഒരു മദ്രസ ടീച്ചറുമാണ്. ചൊവ്വാഴ്ച വെളുപ്പിന് സിൽച്ചാറിൽ നിന്നും ത്രിപുരയിലേക്ക് പോയ 7 പേരുള്ള ഒരു വണ്ടി ഒരു കായലിലേക്ക് സ്കിഡ് ചെയ്ത് അങ്ങ് വീണു. പാവം മനുഷ്യൻ ശബ്ദം കേട്ടു. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും? പുള്ളി നേരെ പള്ളിയിലെത്തി മൈക്ക് ഓൺ ചെയ്ത് ആ മൈക്കിലൂടെ നിലവിളിച്ചു. ഈ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടി വന്ന് ഈ 7 പേരെയും രക്ഷപ്പെടുത്തി. സംഭവം നടന്നത് ബദർപൂറിലുള്ള നിലം ബസാറിലെ ബോറോഭായി ജാനെ മസ്ജിദിലാണ് ഈ സംഭവം നടന്നത്. ഈ 7 പേരും രക്ഷപ്പെട്ടു. ആ 7 പേരെയും രക്ഷപ്പെടുത്താനുള്ള നന്മയ്ക്ക് കാരണമായി ഒരു മനുഷ്യൻ്റെ ഇടപെടലും ആ മസ്ജിദും മാറി. അമ്പലത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൂടാ, പള്ളിക്കടുത്തുകൂടി പൊയ്ക്കൂടാ, അവർ നികൃഷ്ടരാണ്, അവരെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറയുന്ന വിദ്വേഷ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന രാജ്യത്ത്, അത് ഏറ്റവും ഫലവത്തായി പ്രായോഗികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത്, അത് ഏറ്റവും തീവ്രമായി നടപ്പിലാക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഏതായാലും ഇത് പുറത്തറിഞ്ഞ് പെതിയെ ആളുകൾ ആ മനുഷ്യനെ അഭിനന്ദിച്ചു. ആ ഗ്രാമവാസികൾ എത്തിച്ചേർന്ന് അതിന് നന്മയും പറഞ്ഞു. ഒരുപക്ഷെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഈ പള്ളിയും നാളെ ഇടിച്ച് നിരപ്പാക്കിയേക്കാം. കാരണം ആ വിദ്വേഷത്തിലാണ് അവിടുത്തെ സർക്കാരും ഭരണകൂടങ്ങളും. ആരെല്ലാം ഏത് സ്ട്രക്ചറുകൾ ഇടിച്ച് നിരപ്പാക്കിയാലും വിശ്വാസം അതുപോലെ ഹൃദയത്തിലുണ്ടാവും. അതൊന്നും ആർക്കും തുടച്ചു നീക്കാനാവില്ല. ഫലസ്തീൻ പറയുന്ന കഥ കണ്ടില്ലേ? അതുതന്നെയാണ്, അവിടെ തന്നെയാണ് വിശ്വാസം.